സംവിധായകൻ മധുപാൽ കൂടി ചേരുന്നു. സർ, അല്പം മുൻപാണ് ശ്രീ സംഗീത് ശിവന്റെ വിയോഗ വാർത്ത വരുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞാനിത് ഇപ്പോഴും വിവരം അറിഞ്ഞു വരുന്നുണ്ടാണ്. ഒരു മലയാള സിനിമയില്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിലിം മേക്കറാണത്. പ്രത്യേകിച്ച് മലയാളത്തിലെ യോദ്ധ പോലൊരു സിനിമ തുടങ്ങുന്നു. അത് ഏറെ തന്നെ മലയാളത്തില് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സന്തോഷ് ശിവനും സംഗീത് ശിവനും ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഫ്രെയിം ഡിഫറെന്റ് ആകുന്നു. അതിനകത്തേക്ക് മോഹൻലാൽ വരുന്നു. ഇങ്ങനെ അതിന്റെ ഒരു തുടർച്ച പോലെ നിർണയം പോലൊരു സിനിമ വരുന്നു, വ്യൂഹം പോലൊരു സിനിമ വരുന്നു, ഡാഡി പോലെ അരവിന്ദ് സ്വാമി വെച്ചിട്ട് മലയാള സിനിമ ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഇന്ത്യൻ സിനിമയിലെ പല ആക്ടേഴ്സിനെയും മലയാളത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള, മലയാളത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഹിന്ദി സിനിമകളിലും ഒക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഫിലിം കൾച്ചർ സംഗീത് ശിവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഒരു മലയാളത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും ഒരു വളരെ നമ്മളൊരു സാധാരണ ഒരു അന്നുവരെ കണ്ടിട്ടുള്ളൊരു ഫ്രെയിമിംഗ് ആയിരുന്നില്ല, അന്നുവരെ കണ്ടിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നില്ല. ഒരു ഡിഫറെന്റായ വഴികളിൽ സിനിമ ചെയ്തിട്ട് ആ സിനിമകളെല്ലാം ഹിറ്റാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. വ്യൂഹം പോലൊരു സിനിമയൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സിനിമയൊക്കെ വളരെ അന്നുവരെ കണ്ടിട്ടുള്ള ഗാങ്സ്റ്റർ മൂവീസിന്റെ സ്വഭാവങ്ങളൊന്നുമല്ലാത്ത ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ആലോചിക്കുന്നതിനകത്തും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്തും വേറിട്ട ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. യോദ്ധ എന്ന സിനിമ നമുക്കറിയാം, അതിലെ ഓരോ ഫ്രെയിമും എന്തൊരു ഭംഗിയാണ്. ഇപ്പോഴും നമ്മളെ യോദ്ധയ്ക്കുള്ള ഒരു ഗുണമെന്ന് യോദ്ധ നമ്മുടെ ഫ്രെയിമിന്റെ മഹാത്മക അതിനകത്ത് തന്നെ ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നാടും നഗരവും രണ്ട് രാജ്യങ്ങൾ, ഇന്ത്യയിലെ കേരളത്തിലെ പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറി നേപ്പാളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഫ്രെയിമിംഗ് വേറൊരു രീതിയാണ്. കാരണം അത് ഒരു ശരിക്കും തന്നെ ഹോളിവുഡ് സിനിമകളോടൊക്കെ കിടപിടിക്കാൻ പാകത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനായ സംഗീത് ശിവൻ. ശരി, വലിയ നഷ്ടം തന്നെയാണ്. ശ്രീ മധുപാൽ, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്.